ഹായ് എവ്രി വൺ. കഴിഞ്ഞ ദിവസം നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾസ് ഒക്കെ കൊടുത്തപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തെടുക്കാനുള്ള സമയമുണ്ട്, പക്ഷേ കോൺഫിഡൻസ് ഇല്ല, ഒരു ടെൻഷനാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിന് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്, എങ്ങനെ കവർ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗൈഡൻസ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഞാൻ പറയുന്നത് പോലെ പഠിക്കുക, പറയുന്ന ടോപ്പിക്സ് പഠിക്കുക, തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. ഡിസംബർ 2025 എക്സാംസിന് കൊടുക്കാൻ കഴിയുന്ന ലാസ്റ്റ് ബാച്ചാണ് ഇതെന്ന് പറയുന്നത്. സോ CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ഡിസംബർ 2025 നിങ്ങൾ എഴുതുന്നുണ്ടോ, ഫസ്റ്റ് ഗ്രൂപ്പാണോ എഴുതുന്നത് എങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ ബാച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ അറ്റംപ്റ്റിൽ ജൂൺ 2025 അറ്റംപ്റ്റിലും ഇതുപോലെ തന്നെ ഒരു ബാച്ച് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. മെഗാ വർക്കൗട്ട് ബാച്ച് എന്നാണ് നമ്മളതിനെ പറഞ്ഞിരുന്നത്. അന്ന് നമ്മൾ വർക്കൗട്ട് മാത്രമാണ് നടത്തിയിരുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, കംപ്ലീറ്റ് ആയിട്ടൊരു ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ വേണമോ അതെല്ലാം എടുത്തുകൊണ്ട് MCQ ഉൾപ്പെടെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ പ്രീവിയസ് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു ബാച്ചാണ്, ഇത് മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഇത് റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയൂ. കാരണം നിങ്ങൾക്കിനി സമയമില്ല. അപ്പോൾ ഈ ഉള്ള സമയത്ത് നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ കിട്ടുന്ന ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ആരും മിസ് ചെയ്യരുത്. ഫുള്ളായിട്ട് വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, ഈ ഒരു ബാച്ചിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഞാൻ പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതൊരു 70 ഡേയ്സ് സ്റ്റഡി സെഷൻ ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം എക്സാംസിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ 70 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി സെഷൻ ആയിട്ടാണ് ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇന്ന് വേണമെങ്കിൽ ഇന്ന്, നാളെ ആണെങ്കിൽ നാളെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കൺവീനിയൻസിന് നിങ്ങൾക്കിത് ജോയിൻ ചെയ്യാം. ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഞാനൊരു ഡേറ്റേ പറയുന്നില്ല. സാധാരണ നമ്മളൊരു ബാച്ച് തുടങ്ങുമ്പോൾ ഇന്ന ഡേറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യും. നിങ്ങളത് അറിഞ്ഞിട്ടാണ് വരുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ ഞാനൊരു ഡേറ്റേ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം ഈ വീഡിയോ പലരും കാണുന്നത് പല ടൈമിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു സെഷൻ ബാച്ച് ക്ലോസ് ആയി കഴിഞ്ഞാൽ പലർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിതിൽ സ്പെസിഫിക് ആയിട്ടൊരു ഡേറ്റേ പറയുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും, നാളെ വേണമെങ്കിൽ നാളെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസിന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് പക്ക നിങ്ങളുടെ ഒരു ഫ്രണ്ട്ലി നേച്ചറിൽ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ബാച്ചാണ് ഇത്. നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ലാതെ ഞാൻ തരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുപോലൊരു ഗൈഡൻസ് ആരും നിങ്ങൾക്ക് തരില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും CMA ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്കിതുപോലൊരു ഗൈഡൻസ് ആരും തന്നിട്ടില്ല. സെൽഫായിട്ടാണ് ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നമ്മളൊരാളെ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന ടൈമിൻ്റെ എക്സ്ട്രാ ടൈം എടുത്താലേ നമുക്കൊരു ഈ ഒരു കാര്യം സെൽഫായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, എല്ലാ ഗൈഡൻസും ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ജോയിൻ ചെയ്താൽ മാത്രം മതി, തരുന്ന കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് തരും. സോ ഈ ഒരു സെഷൻ വന്നിട്ട് 70 ഡേയ്സിൻ്റെ സ്റ്റഡി സെഷനാണ്. ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഡെഫിനറ്റായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഗ്രൂപ്പിന്, അതായത് ഒരു സബ്ജക്റ്റിനല്ല, ഒരു ഗ്രൂപ്പിലെ 4 സബ്ജക്റ്റിനും കൂടി 2500 ആണ് ഫീസ് വരുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിനാണെങ്കിലും സെയിം ഫീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം, കാരണം നമ്മുടെ ഇപ്പോൾ ഈ ഫീസിൻ്റെ ഇഷ്യൂസ് കാരണം പല സ്റ്റുഡൻസും പഠിക്കാറില്ല, പല സബ്ജക്റ്റുകളും നോക്കാറ് കൂടിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, കാരണം നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ഒരു സബ്ജക്റ്റ് മേടിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം 2500 to 3000 റുപ്പീസിൻ്റെ ബഡ്ജറ്റ് നമുക്കുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഞാൻ 4 സബ്ജക്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും വിത്ത് കംപ്ലീറ്റ് ഗൈഡൻസിൽ നിങ്ങൾക്ക് നോട്ട്സും ക്ലാസ്സും MCQയും പ്രീവിയസ് അറ്റംപ്റ്റും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിവിഷൻസ് ഉൾപ്പെടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഫീൽ കിട്ടുന്നെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് വർത്തായിരിക്കും. ഞാനൊരു റെഗുലർ ബാച്ചിനും ഇതേ ഫീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും നല്ല യൂസ്ഫുൾ ആണ്. ഒരു മെഗാ വർക്കൗട്ട് ബാച്ച് ചെയ്യാവോ എന്നുള്ളത് കഴിഞ്ഞ് നമ്മുടെ ഇതിലുണ്ടായിരുന്നവർ, ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവരൊക്കെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്, നോട്ട്സ്, MCQ, കഴിഞ്ഞ 5 അറ്റംപ്റ്റ് ജൂൺ 2023 മുതൽ 2025 വരെയുള്ള അറ്റംപ്റ്റിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ബാച്ച് ആയിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുക. ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്ന് കൂടി ഞാനിവിടെ പറയാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്നിട്ട്
ഫസ്റ്റ് പേപ്പറാണല്ലോ ലോ എന്ന് പറയുന്നത്, പേപ്പർ 5. അപ്പോൾ ലോയിൽ നമ്മൾ പഠിക്കുന്നത് എത്തിക്സ്, ഇൻഡസ്ട്രിയൽ ലോ, കമ്പനീസ് ആക്ട് ആണ്. എത്തിക്സ് എന്ന് പറയുമ്പോൾ എല്ലാ അറ്റംപ്റ്റിനും 14 മാർക്കിന് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിലും 4 മാർക്കിന് MCQയിലും ചോദിച്ച് ടോട്ടൽ 18 മാർക്ക് വെയിറ്റേജ് ഉള്ള ഏരിയ ആണ്. ഇൻഡസ്ട്രിയൽ ലോയിൽ 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് വരുന്നത്. 5ഉം ചെറിയ ചാപ്റ്റേഴ്സാണ്. പഠിച്ചു കഴിഞ്ഞാൽ 18 മാർക്ക്, അതായത് 14 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിലും 4 മാർക്ക് MCQയിലും വെയിറ്റേജ് ഉണ്ട്. കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവിൽ 35 മാർക്കിനും ചോദിക്കും, MCQയിൽ 12 മാർക്കിനും ചോദിക്കും. അപ്പോൾ ഇത്രയും വെയിറ്റേജ് ഉള്ള, അതായത് നിങ്ങൾ ഈ പറഞ്ഞ 3 ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് 63 മാർക്കിനും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. MCQയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 10 ക്വസ്റ്റ്യൻസ്, അതായത് 20 മാർക്കിനും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 83 മാർക്കിന് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. മാത്രമല്ല ബാക്കിയുള്ളതിൻ്റെ ഒരു കമ്പൈൻഡ് MCQ PDF, അതായത് കൊമേഴ്ഷ്യൽ ലോ എന്നൊരു ഹെഡ് കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പൈൻഡ് MCQ PDF മാത്രവും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 to 93 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാനും ഈസിലി 70+ സ്കോർ ചെയ്യാനും കഴിയും. ഇതേ സെയിം കണ്ടൻറ്റ് ഞാൻ എൻ്റെ റെഗുലർ ബാച്ചിൽ ഇതേ കാര്യം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് കഴിഞ്ഞ ലാസ്റ്റ് അറ്റംപ്റ്റിൽ ഹയസ്റ്റ് സ്കോർ തന്നെ 82 ആയിരുന്നു. അപ്പോൾ ഇതേ കാര്യമാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ നന്നായിട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തത് കൊണ്ടാണ്. ഇതുപോലെ മെഗാ വർക്കൗട്ട് ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടിക്കാണ് 82 ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കൊടുത്ത നോട്ട്സ് തന്നെയാണ് അവരും പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ട്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ്, അതായത് എല്ലാവർക്കും അറിയാം അതിനുള്ളിൽ വരുന്നത് ബേസിക്സ് ഉണ്ട്, നമ്മുടെ റെക്ടിഫിക്കേഷൻ, ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ്, അതുപോലെ BRS. ഇത്രയാണ് അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസിൽ വരുന്നത്. എല്ലാ അറ്റംപ്റ്റിനും അറൗണ്ട് 15 to 18 മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്, ഡിസ്ക്രിപ്റ്റീവിൽ മാത്രം. MCQ അഡീഷണൽ പിന്നെയും ചോദിക്കാറുണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 18 മാർക്ക് വെയിറ്റേജുള്ള ഏരിയയാണ് അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ്, അത് പഠിക്കണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാ അറ്റംപ്റ്റും 21 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇക്കഴിഞ്ഞ അറ്റംപ്റ്റിൽ 23 ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 21 നമുക്ക് ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. ബ്രാഞ്ച് എല്ലാ അറ്റംപ്റ്റും 7 ചോദിക്കും, ഇൻഷുറൻസ് 7 ചോദിക്കും, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് 14 ചോദിക്കും. ഈ ഇത്ര ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറൗണ്ട് 53 to 55 മാർക്ക് സെക്യൂർഡ് ആയി. പിന്നെ ബാക്കിയുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെൻറ്റ്, ഫൈനൽ അക്കൗണ്ട്സ്, ഹയർ പർച്ചേസ് എല്ലാ അറ്റംപ്റ്റും 7 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് 70+ ഷുവറായിട്ട് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് MCQs നമുക്ക് കവേർഡ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 128 മാർക്കിനാണ്, അതിൽ 100 മാർക്കിനാണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഉണ്ട് ഡിസ്ക്രിപ്റ്റീവിൽ. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റിംഗ് ആണ്. കോസ്റ്റിങ്ങിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്ന കാര്യമാണ്. കാരണം നമുക്ക് ആകെ അതിൽ 24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സാണ് പഠിക്കാനുള്ളത്. ആ 24 സിമിലർ ആണ്. അതിൽ ആദ്യത്തെ ഒരു 6-7 എണ്ണം മാത്രമാണ് ഒന്ന് ഡീറ്റെയിൽ പഠിക്കാനുള്ളത്. ബാക്കിയൊക്കെ സിമിലർ, സെയിം സെൻറ്റൻസാണ് പോലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് 12 to 14 മാർക്ക് സേഫാക്കി മേടിക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഓവർ ഹെഡ്സ് 7 മാർക്ക് ചോദിക്കും, കോൺട്രാക്ട് കോസ്റ്റിംഗ് 7, സ്റ്റാൻഡേർഡ് 7, മാർജിനൽ 14, ഓപ്പറേഷൻ 7, ബഡ്ജറ്റ്സ് 7. പിന്നെ ഇത്രയും കാര്യങ്ങൾ അവർ എല്ലാ അറ്റംപ്റ്റും കമ്പൽസറി ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇൻട്രൊഡക്ഷനിൽ നിന്ന് എല്ലാ അറ്റംപ്റ്റും 15 മാർക്കിന് ചോദിക്കാറുണ്ട്. കൂടുതലും തിയറി അങ്ങനെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് 15 അല്ല 11 ആണ്, 11 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ മെറ്റീരിയൽ കോസ്റ്റിംഗ് 7, എംപ്ലോയിന്ന് 7, പ്രോസസ് കോസ്റ്റിംഗിന് ഓൾട്ടർനേറ്റീവാണ് ചോദിക്കുന്നെങ്കിൽ 7 മാർക്ക്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൈ സ്കോർ സെക്യൂർ ആക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ 2 ചാപ്റ്റർ വളരെ സിമ്പിളാണ്, മെറ്റീരിയലും എംപ്ലോയിയും വളരെ സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പ്രോസസ് കോസ്റ്റിംഗ് ഞാൻ നിങ്ങൾക്ക് കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. അതല്ലാതെ ബാക്കി എല്ലാ ടോപ്പിക്സും പഠിക്കുക. ഞാനിതിൽ തന്നേക്കുന്ന എല്ലാ ടോപ്പിക്സും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആഡ് ഓൺ ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ 70+ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ടാക്സേഷൻ ആണ്. ടാക്സേഷനിൽ IDT ഫുള്ള് പഠിക്കുക. കാരണം IDT നമ്മൾ ഫുള്ള് പഠിച്ചാൽ നമുക്ക് 42 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്നും അതുപോലെ നമുക്ക് 12 മാർക്ക് MCQയിൽ നിന്നും കവർ ചെയ്ത് 12 അല്ല 16 മാർക്ക് നമുക്ക് നമ്മുടെ MCQയിൽ നിന്നും കവർ ചെയ്ത് ടോട്ടൽ 58 മാർക്ക് IDT മാത്രം പഠിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാ അറ്റംപ്റ്റും 7 ആണ്, സെറ്റ് ഓഫ് 7 ആണ്, സാലറി 7 ആണ്, ഹൗസ് പ്രോപ്പർട്ടി 7 ആണ്. എല്ലാ അറ്റംപ്റ്റും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതും കൂടി കിട്ടും. ഇതിൻ്റെ എല്ലാം കറസ്പോണ്ടിങ് MCQ നിങ്ങൾക്ക് കവേർഡാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് റെഗുലറായിട്ട് കൊടുക്കുന്ന ക്ലാസ് തന്നെയാണ്. അതിൻ്റെ നോട്ട്സും MCQയും എല്ലാം
ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്. ടോപ്പിക്സ് എല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും 70+ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചിലർ ഇതിൽ പറയും തിയറി ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ തിയറി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളത് പഠിക്കുക. കുറച്ചുകൂടി പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ടാക്സ്, കോസ്റ്റ് അക്കൗണ്ട്സിന് പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് ടാലി ചെയ്ത് അഗ്രഗേറ്റ് 200-ൽ കൂടുതൽ കിട്ടി നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റൂ. ലാസ്റ്റ് മിനിറ്റിൽ ഒരു മാസം പഠിക്കാം, ലാസ്റ്റിൽ പഠിക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇനി നിൽക്കരുത്. കാരണം ഒരുപാട് സമയം പോയി. ഇനിയുള്ള സമയം ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് എക്സാം അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്ത് പഠിക്കുക. ഇത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ലാസ്റ്റായിട്ട് ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ശരിക്കും ഇത് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇത് ഒരു റിക്വസ്റ്റ് കാരണമാണ് ലാസ്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബാച്ചും കൂടി ചെയ്യാം എന്നുള്ളത് ഡിസൈഡ് ചെയ്തത്. കാരണം നമ്മുടെ ക്ലാസ് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവുന്നുണ്ട്. എല്ലാവരും പോസിറ്റീവ് ഫീഡ്ബാക്സ് ആണ്, ഒരുപാട് നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഒരു ഒട്ടും കോൺഫിഡൻറ്റ് അല്ലാതിരുന്ന സ്റ്റുഡൻസ് പോലും ഇപ്പോൾ അക്കൗണ്ട്സിലും കോസ്റ്റിലും ടാക്സിലും ഒക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ എഗെയിൻ ഇത് ഇത്രയും ചെറിയ ഫീൽ ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ ഞാനും CMA ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഫീസിൻ്റെ ഇഷ്യൂ കൊണ്ട് ക്ലാസ് എടുക്കാത്ത ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി യൂസ് ആവട്ടെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇതേ സെയിം കാര്യങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിന് നമ്മൾ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് റെഫർ ചെയ്താൽ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ബോത്ത് ഗ്രൂപ്പിന് ഇങ്ങനൊരു പ്ലാൻ ഇല്ല കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക്കിയാണ്. കാരണം ടോപ്പിക്സ് ഒന്നും കവർ ചെയ്ത് വരത്തില്ല. അതുകൊണ്ട് ബോത്ത് ഗ്രൂപ്പിന് നമ്മൾ ചെയ്യുന്നില്ല. ഫസ്റ്റ് ഗ്രൂപ്പിനും സെക്കൻഡ് ഗ്രൂപ്പിനും ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഡെഫിനറ്റ് ആയിട്ട് യൂസ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നിന്ന് സമയം കളയരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ടോപ്പിക്സ് ഒക്കെ ഇവിടെ പറയുന്നതിൻ്റെ റീസൺ പിന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഏതൊക്കെയാണ് എടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വെയിറ്റേജ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അറൗണ്ട് ഒരു 12 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കോൾസ് ഒന്നും ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല കേട്ടോ. ചെയ്താൽ മതി. 2500 ആണ് ഫീസ് വരുന്നത്. 70 ഡേയ്സ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ 70+ മാർക്ക് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നന്നായിട്ട് വർക്ക് ചെയ്യുക. ഇനി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ കൂടിയും നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. CMA എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു അക്കാഡമിക് കോഴ്സ് പോലെ ഈസിലി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത്രയും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു കോഴ്സ് സെക്യൂർ ആകും. അപ്പോൾ ഇപ്പോൾ ഒരു കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊന്ന് ബുദ്ധിമുട്ടുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൂളായിട്ട് വെറുതെ ഇരിക്കാമല്ലോ. നമുക്ക് ആർട്ടിക്കിൾഷിപ്പൊക്കെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാം. നമുക്ക് അധികം പഠിത്തത്തിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അതിൽ വരത്തില്ല. അപ്പോൾ സ്റ്റഡീസ് ആദ്യം സെക്യൂർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. നിങ്ങളത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.